നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും രാവിലെ ഉറക്കം ഉണരുമ്പോൾ പ്രകൃതിയിലെ കുറച്ച് പക്ഷികളുടെ ശബ്ദം കേട്ടായിരിക്കും ഉണരില്ല. അതിലെ കുറച്ച് പക്ഷികളുടെ ശബ്ദമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ പുത്തൻ തലമുറയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു ഐറ്റമാണ് ബീറ്റ് ബോക്സിംഗ്. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ വരുന്ന കുറച്ച് വസ്തുക്കളുടെ ശബ്ദത്തിന് DJ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നതൊക്കെ ആദ്യമായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ബാഗിന്റെ സിബ്, ഇതിൽ നിന്നൊരു DJ. അതേപോലെ തന്നെ ഹെലികോപ്റ്റർ പറക്കുന്ന ശബ്ദത്തിൽ നിന്ന് ഇപ്പോഴത്തെ പുത്തൻ തലമുറകളുടെ റൊമാൻസം കൊള്ളിക്കുന്ന ഒരു ഐറ്റമാണ് പുതിയ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ. അത് ചെയ്യണം. ആദ്യമായിട്ട് മമ്മൂക്കി അഭിനയിച്ച ഭീഷ്മ പർവ്വത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതേപോലെ തന്നെ തമിഴ് സിനിമയായ വിക്രം, അതിനകത്ത് സന്ദ്രം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അതൊന്ന് നോക്കാം. ഇതേപോലെ തന്നെ മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ ആടിറ്റു, അതിനകത്ത് സർപ്പത്ത് ഷമീർ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ട് ചെയ്യില്ല. അതൊന്ന് നോക്കാം. ഇതേപോലെ ഒരു ഹിറ്റ് സിനിമ എടുക്കുകയാണെങ്കിൽ ആനിമൽ സിനിമ, അതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അതിൽ റീൽസിലൊക്കെ നല്ല ഹിറ്റ് ആയിട്ടുള്ളതാണ് ആനിമൽ സിനിമയിലെ ബീജം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയുണ്ട് രോമാഞ്ചം. അതിലെ ടൈറ്റിൽ ട്രാക്കിലെ ബീജം കൊണ്ട് ചെയ്യുവാണ്. ഇതുപോലെ ഒരു DJ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. അവസാനമായിട്ട് നമ്മളെല്ലാവരും ടൂർ പോകാറുണ്ട്. ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ അകത്ത് നല്ല വോളിയത്തിൽ പാട്ട് വെച്ചിട്ട് അകത്തു നിന്ന് കേൾക്കണം പുറത്തു നിന്ന് കേൾക്കണം ഒരു വ്യത്യസ്ത ശബ്ദമായിരിക്കും. അകത്തു നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വോളിയം ആയിരിക്കും, പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ഇടുങ്ങിയ ശബ്ദമായിരിക്കും. ആ ഡിഫറൻസ് നോക്കാം. ആദ്യം അകത്ത്, പിന്നെ പുറത്ത്.